Hey, good morning, guys. And it's actually a good morning from Kerala. ഞാൻ കുറേ നാളായി യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ട്. ഇപ്പം ഞാൻ ആക്ച്വലി ഉള്ളത് കേരളത്തിലാണ്. കൊല്ലത്ത് എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ സ്വന്തം റൂമിലാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, ഡേ ഈ സാധനത്തിനെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഡേ ഹായ് പറ, ഹായ് പറ. ആ ഓക്കെ, ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് കേരളത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് ഞാൻ ക്യാപ്പുവിനെ കൂടെ കൂട്ടി. സോ കുറച്ച് ദിവസമായാലും നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട്. അപ്പം ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു. ഞാൻ കുറേ നാളായി യൂട്യൂബിൽ ലോങ് ഫോം കണ്ടൻറ്റ്സ് ഇട്ടിട്ട്. അപ്പം രാവിലെ സമയം ഇപ്പോൾ ഒരു 8 മണിയാവാറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഓൺലൈൻ ട്രെയിനിങ് സെഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെ ഫസ്റ്റ് മീൽ എടുത്തിട്ട് നമ്മൾ ജിമ്മിലേക്ക് പോകുന്നതായിരിക്കും. സോ ജിമ്മിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് തയ്യാറെടുപ്പുകളുണ്ട്. നമുക്ക് അത് എന്തൊക്കെയാണെന്ന് കണ്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് വീൽ സ്റ്റാർട്ട് വിത്ത് എ കോഫി. എൻ്റെ കിച്ചൺ കണ്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ നാട്ടിലുള്ള കിച്ചൺ. സോ ആസ് ഓൾവേസ് വി ആർ സ്റ്റാർട്ടിങ് ദ വ്ളോഗ് വിത്ത് ഹാവിങ് എ കോഫി. അപ്പം ഇവിടുത്തെ ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ല. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറുന്നത് തന്നെ. ഇടയ്ക്കിടയ്ക്ക് ലീവിന് വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ഫാമിലിയിലൊക്കെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണ് നിന്നോണ്ടിരുന്നത്. ബിക്കോസ് ആക്ച്വലി നമ്മൾ ഈ വീട് റെൻറ്റിന് ഇവിടത്തേക്ക് പോയിരുന്നു. നമ്മൾ ആരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. തിരിച്ച് വന്നതിന് ശേഷം ഐ തിങ്ക് ആഫ്റ്റർ ലൈക്ക് 3 or 4 years ഐ എം സ്റ്റേയിങ് ഇൻ ദിസ് ഹൗസ്. സോ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വീടുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. സോ ലെറ്റ്സ് മേക്ക് ദ കോഫി. ഞാൻ ഓൺലൈൻ സെഷൻ നടന്നുകൊണ്ടിരിക്കുക. സോ ദാറ്റ്സ് മൈ ക്ലയൻറ്റ്സ് വിച്ച് ഈസ് അബ്രോഡ്. സിൻസ് ദിസ് ഈസ് ഹെർ കിച്ചൺ, വൃത്തിയാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അമ്മ എന്നെ ശരിയാക്കും. അപ്പോൾ കോഫി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് വി ഹാവ് ടു മേക്ക് എ പ്രീ വർക്കൗട്ട്. ചെറിയ ഏത്തയ്ക്ക, സ്മോൾ ഏത്തയ്ക്ക ഉണ്ടെങ്കിൽ വി ആർ ടേക്കിംഗ് 2. So we're gonna beat this up. ഒരുമിച്ചിട്ട് വേവിക്കും. ഇതിങ്ങനെ സോർട്ട് ചെയ്യുക. കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. കീപ്പ് ഇറ്റ് ഇൻ ദ ലോ ഫ്ലെയിം ഫോർ 3 minutes എന്ന് പറയുന്നത്. ടോപ്പിംഗ് ഞാൻ കുറച്ച് ക്രീം ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഫോർ സം ഫ്ലേവർ. ഇത് കഴിച്ചിട്ട് വേണം ഇനി ജിമ്മിലേക്ക് പോകാൻ. ബൈ 9-9:30 ഐ വിൽ ബി അറ്റ് ദ ജിം. കാരണം ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ക്രൗഡ് കുറവായിരിക്കും, നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. Sugar ittengil it's not that much sweet, but it's flavor.
ബാക്ക് എഞ്ചിന് വന്ന ശേഷം പിന്നെ ഞാൻ ലെഗ് പ്രസ് ചെയ്തിട്ടില്ല. പിന്നെ കുറേ നാൾക്ക് ശേഷം ചെയ്യുക. ഗൈസ്, ഞാനിപ്പോൾ ജിമ്മിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം ഇന്നത്തേക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് പോത്തും കാലും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് പോത്തും ഉണ്ട്. അപ്പം നമുക്കിത് വെച്ച് കുറച്ച് പോത്ത് കറി ഉണ്ടാക്കാം. ഇട്ടങ്ങ് വെക്കും. ട്രൈപ്പോഡ് വെക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തങ്ങ് കുക്കറിലിട്ട് 2 അടി. വലിയ മസാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നോർമൽ തിങ്സ്, ബട്ട് ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. സോ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെക്കുക, കഴുകി വെക്കുക. വെള്ളം മൊത്തം കളയണം. നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. സോ ഇതിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അത് നമുക്കൊന്ന് വിസിലടിച്ചെടുക്കണം. അല്ലെ എസ്തറ്റിക് ഷോട്ട്സ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഇവിടെ അധികം സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ചാണ് എടുക്കുന്നത്. എസ്തറ്റിക് ഷോട്ട്സ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഇത് ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് ഒരു 2 വിസിൽ അടിച്ചിട്ട് നമുക്ക് ബാക്കി ഇടുക. കാരണം കാല് കുറച്ച് ടൈം എടുക്കും. മറ്റേത് ചേർക്കുന്ന സമയത്ത് വെറ്റുക. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 3 വിസിൽ അടിച്ചതിന് ശേഷം ബാക്കി നമുക്ക് സെറ്റാക്കാം. നാട്ടിൽ വന്ന് എന്താണെന്നൊക്കെ കുറേ പേര് ചിന്തിക്കുന്നുണ്ട്. ഐ എം ജസ്റ്റ് ഓൺ എ ബ്രേക്ക്. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എ സ്മോൾ ബ്രേക്ക്. ഐ എം ട്രൈങ് ടു ഫിഗർ തിങ്സ് ഔട്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോവും. ഓർ മേ ബി ഇഫ് ഐ ഗെറ്റ് സംതിങ് ബെറ്റർ ഐ വിൽ സ്റ്റിക്ക് അറൗണ്ട് ഹിയർ. എനിവേ അതൊക്കെയാണ് പ്ലാൻസ്. ബിക്കോസ് ലൈഫിനൊരു അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോകുന്നു. ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു സ്പെൻഡ് സം ടൈം വിത്ത് മൈ ഫാമിലി. കുറേ നാളായി ഞാൻ ഫാമിലിയായിട്ട് മാറിക്കാണുന്നുണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു സ്പെൻഡ് സം ടൈം ഓൾ ദ ഹോൾ ഫാമിലി. സോ യാ, ദാറ്റ്സ് വൈ ഐ കെയിം ബാക്ക്. പിന്നെ ഇത്ര നാൾ അവിടെ നിൽക്കാനുള്ള കാരണം, തിരിച്ച് നാട്ടിലോട്ട് വരാൻ പറ്റാതിരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കൂടെ ക്യാപ്പച്ചിനുള്ളതുകൊണ്ടാണ്. ആൻഡ് നൗ ഐ ജസ്റ്റ് ഫിഗർഡ് ഔട്ട് സംതിങ് ടു ടേക്ക് ക്യാപ്ചിന വിത്ത് മീ. അതുകൊണ്ട് തന്നെ ക്യാപ്പൂപ്പൻ റൂമിൽ തന്നെ കിടപ്പുണ്ട്. ആൻഡ് ഇത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ലൈക്ക് മൈ ഗ്രാൻഡ്മ ഇസ് ദെയർ വിത്ത് മീ ആൻഡ് ഷീ ഈസ് നോട്ട് വെൽ. സോ അതുകൊണ്ട് എപ്പോഴും ഇതിനകത്ത് ആളായിരിക്കും. അതുകൊണ്ട് ക്യാപ്പിനെ എപ്പോഴെങ്കിലും റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. സോ ഐ എം പ്ലാനിങ് ടു ഷിഫ്റ്റ് ഫ്രം ഹിയർ ടു ദ ടോപ്പ്. മേളിൽ ഒരു ചെറിയ റൂം ഇറക്കിയിട്ടുണ്ട്. സോ ഐ വാണ്ട് ടു ഷിഫ്റ്റ് ഫ്രം ഹിയർ ടു ടോപ്പ്. അത് ഒരു 2 ദിവസത്തെ പണിയുണ്ട്. എൻ്റെ തിങ്സ് എല്ലാം ബാംഗ്ലൂരിൽ നിന്ന് വരണം. അത് വന്നിട്ട് ഇവിടെ നിന്നെല്ലാം ഷിഫ്റ്റ് ചെയ്ത് മേളിലോട്ട് കയറണം. ആൻഡ് ഐ ജസ്റ്റ് ഹാവ് ടു ക്ലീൻ ദാറ്റ് തിങ്സ് ഔട്ട്. കാരണം അവിടെ കറണ്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്തോ പറ്റിയിട്ടിരിക്കുക. അപ്പം കറണ്ടിന് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ മാറാതെ ഇപ്പം വെയിറ്റ് ചെയ്തിരിക്കുക. ഇന്നിപ്പോൾ ഒന്ന് ശരിയാക്കാൻ ആരെങ്കിലും വിളിക്കണം. അപ്പോൾ കറണ്ട് ശരിയാക്കിയിട്ട് വേണം നമുക്ക് മേലോട്ട് മാറാനായിട്ട്. ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട് ഇൻ കേരള. മഴ പെയ്യുന്നെങ്കിൽ പോലും നല്ല ചൂടുണ്ട്. ഇറ്റ്സ് വെരി ഹോട്ട്. അപ്പം 2 വിസിലും കൂടി അടിച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മാറ്റാം. ബാക്കിയുള്ള സാധനങ്ങൾ ഇതിനകത്തോട്ടിടാം.
അങ്ങനെ എൻ്റെ ബീഫ് കറി ക്യാപ്പും അപ്രൂവ് ചെയ്താൽ നോക്കട്ടെ. കഴിച്ചോ. ക്യാപ്പും അപ്രൂവഡ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. നമ്മളിവിടെ തന്നെ കാണും. അപ്പോൾ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ബൈ.